വിശുദ്ധിയുടെ പീതസാഗരമായി 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. വർക്കലയിൽ 3 ദിവസങ്ങളിലായി 10 സമ്മേളനങ്ങൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കും. കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിന് സാമൂഹ്യനീതി ഇന്നും അകലെയാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സമ്മേളനത്തിലെ ആമുഖ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ശ്രീനാരായണ ഗുരുദേവന്റെ അഷ്ടദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. സാഹോദര്യം എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ശ്രീനാരായണ ഗുരു സമൂഹത്തിൽ അത് പ്രചരിപ്പിച്ചെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കേരളത്തിന് ഒരേ ഒരു ആചാര്യമേ ഉള്ളൂ, അത് ശ്രീനാരായണ ഗുരുവാണ്. അത് പറയാൻ കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഒരു ആധുനിക സമൂഹത്തിന്റെ അടിത്തറയിട്ടത് എന്നത്. ഒറ്റ വരിയിൽ ശ്രീനാരായണ ഗുരു കേരളത്തിന് ആരാണ് എന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ കേരള സമൂഹത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയയാളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിന് ഇന്നും സാമൂഹിക നീതി അകലെയെന്ന് സ്വാമി സച്ചിദാനന്ദ. ലോകസമാധാനത്തിന് ഗുരു സന്ദേശങ്ങൾ വഴികാട്ടിയാണ് എന്ന് ലോകാരാധ്യനായ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുദർശനങ്ങളുടെ ശക്തി വെളിവാക്കുന്നുവെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സാമൂഹിക നീതി കൈവരിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നും ആശയവും ആവേശവും പകർന്നെടുത്ത ജനസമൂഹം ഭ്രാന്താലയമായിരുന്ന രാജ്യത്തെ തീർത്ഥാലയമാക്കുന്നതിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുടെ പരിണത ഫലമായി ഒരളവ് വരെയെങ്കിലും സാമൂഹ്യനീതി പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലും കൈവരിക്കുവാൻ സാധിച്ചു എന്നത് കേവലമായൊരു സത്യമാണ്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജാതിബോധം കൊണ്ടും അനാചാരം കൊണ്ടും ജീർണത ബാധിച്ച ഹിന്ദു സംസ്കൃതിയിലാണ് ഗുരുദേവൻ പ്രവർത്തിച്ചതെങ്കിൽ ഈ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാനുള്ളത് അപരമതദ്വേഷം കൊണ്ടും മതരാഷ്ട്ര സ്വപ്നം കൊണ്ടും രാജ്യത്തിനെതിരായ വിധ്വംസക പ്രവർത്തനങ്ങൾ കൊണ്ടും മലീമസമായിട്ടുള്ള വർത്തമാന കാലത്താണ്. ഓരോ ഗുരുസ്മരണ വേദിയിലും പലപ്പോഴും ഗുരുവിനെ അറിയാൻ അവരാവർത്തിച്ചു പറയുന്ന ഒരു അസത്യമാണ് ഗുരു സനാതന ധർമ്മ വിരോധിയായിരുന്നു എന്നുള്ളത്. എന്നാൽ ഗുരുദേവ ദർശനം രൂപം കൊണ്ടത് സനാതന ധർമ്മത്തിന്റെ അടിത്തറയിലാണ് എന്ന് ചരിത്രത്തെ എത്ര വക്രീകരിക്കാൻ ശ്രമിച്ചാലും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ജനുവരി 1-നാണ് തീർത്ഥാടന സമാപനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടന പദയാത്രകൾ ഇന്ന് രാത്രിയോടെ ശിവഗിരിയിൽ എത്തിച്ചേരും. 31-ന് നടക്കുന്ന തീർത്ഥാടന ഘോഷയാത്രയിൽ എല്ലാ പദയാത്രികരും അണിനിരക്കും. ജനം, തിരുവനന്തപുരം.